ശ്രീ രാംകുമാർ സർ, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ പരിപാടികൾ പോലീസിൻ്റെ. പണ്ടൊക്കെ ഇടിയൻ പോലീസ് എന്ന് പറയുമായിരുന്നു. അത് ഇപ്പോൾ ഒരു പരസ്യമായ ഒരു ധിക്കാരത്തിൻ്റെ ഭാവന ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൈക്കൂലിക്ക്, മണൽ കടത്തിന് കൈക്കൂലിക്ക് 500 പോരാ എന്ന് വാശി പിടിക്കുന്ന പോലീസുകാരും ഗ്രേഡ് എസ് ഐയും, ആളൊഴിഞ്ഞ കടയിൽ കയറി മാങ്ങ കട്ടെടുക്കുന്ന പോലീസുകാരൻ, ഇങ്ങനെ ഓരോരോ രീതിയിലാണ് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ പുറത്തു വരുന്നത്. അതൊക്കെ സഹിക്കാം, അതൊക്കെ തമാശയായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇത് കടന്നിരിക്കുകയാണ്. പരാതി പറയാൻ എത്തുന്നവരെ കയ്യേറ്റം ചെയ്യുക, വയർലെസ് സെറ്റ് എടുത്ത് നെഞ്ചത്തേക്ക് വലിച്ചെറിയുക. ഇതെന്തൊരു കഷ്ടമാണ്. സാധാരണക്കാരൻ ഈ ഒരു അവസ്ഥയിൽ ഏത് രീതിയിലാണ് നീതിക്കായി പോരാട്ടം നടത്തേണ്ടത്? പോലീസ് അതിക്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ ഇത്ര സംഘടിതമായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമായി ഒരു സേന, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിഭാഗം, ജനങ്ങളുടെ ശമ്പളം വാങ്ങുന്ന ആളുകൾ തരം മാറിയത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ക്രിമിനലുകൾ കാക്കിയുടുപ്പിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് CCTV ക്യാമറ വെച്ചിട്ട് പോലും യാതൊരു സങ്കോചവും സംശയവുമില്ലാതെ ധൈര്യപൂർവ്വം ആരോ തങ്ങളെ സംരക്ഷിക്കാനുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ വരുന്ന ആളുകളെ മർദ്ദിക്കുന്നത്. യാതൊരു കാരണം കൂടാതെ പരാതി പറയാൻ വന്നവനെയും പരാതിക്ക് വശംവദനായ ആളെയും പക്ഷഭേദമില്ലാതെ എല്ലാവരെയും തല്ലി ഭയപ്പെടുത്താം, ആരും ചോദിക്കാനില്ല. ഇതുപോലെ ദയനീയമായൊരവസ്ഥ കേരളം പോലെ പുരോഗമന സംസ്ഥാനം എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നു എന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ അടിയന്തരാവസ്ഥ പോലും ലജ്ജിച്ചു പോകുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ആഘോഷിച്ച് തെരഞ്ഞെടുപ്പ് തോൽവിയില്ല ജനശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. അവരന്ന് പെരുമ്പറ അടിച്ച് കക്കയം ക്യാമ്പിൽ നടന്ന വിഷയങ്ങൾ ദേശാഭിമാനി പത്രം വഴിയും പൊതുയോഗങ്ങൾ വഴിയും സ്ട്രീറ്റ് കോർണർ മീറ്റിംഗ് വഴിയും മറ്റും ലഘുലേഖ വഴിയും പരസ്യം ചെയ്താണ്. ഇന്ന് എന്താണ് അവർ ഉണ്ടാത്തത്? അവർ മാത്രമല്ല, ഈ കോൺഗ്രസ്സുകാരുടെ സ്ഥിതി എന്താ? അടിയന്തരാവസ്ഥക്കാലത്ത് RSS ജനസംഘം പ്രവർത്തകരെ പോലീസുകാർക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുത്ത് അവരെ ഭീകരമായി മർദ്ദിച്ച് ഒച്ച ടെലിഫോണും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഈ രണ്ട് പാർട്ടിക്കാർക്കും ഇപ്പോൾ സ്വയം വിതച്ചത് കൊയ്യാനുള്ള ഗതികേടിലെത്തിയിരിക്കുകയാണ്. കാരണം കക്ഷിഭേദമില്ലാതെ ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടന DYFൻ്റെ പ്രവർത്തകരുമാണ്. അപ്പോൾ കക്ഷിഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ മനുഷ്യത്വരഹിതമായി ഭീകരമായി മർദ്ദിക്കുന്ന ഒരു ക്രിമിനൽ സംഘം ശമ്പളം പറ്റിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഓരോ കേരളീയനും ലജ്ജിച്ച് തല താത്തേണ്ടതാണ്. അതിലും ലജ്ജ തോന്നുന്നത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആളുകളും ഉണ്ടാതിരിക്കുക. ഇവിടെ ഒരു ഇല വീണാൽ സാംസ്കാരിക നായകന്മാരും നായകത്തികളും ശബ്ദകോലാഹലമുണ്ടാക്കും. അവർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ അവർക്ക് പുരസ്കാരം കിട്ടുന്ന വിഷയമാണെങ്കിൽ ഇന്നിപ്പോൾ എവിടെ പോയി നായകന്മാരും നായകത്തികളും? ഇടതുപക്ഷ പുരോഗമനമാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ നഗ്നമായ മനുഷ്യാവകാശ ലംഘനം പരസ്യമായി നടത്തി അത് പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്തിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് കാപട്യം മാത്രമല്ല, ലജ്ജാകരമായ സ്വഭാവമാണ്. ഇവരെയൊക്കെ ബഹിഷ്കരിക്കണം. ഇനി ഒരിക്കലും ഒരു പൊതുയോഗത്തിലോ പത്രങ്ങളിലോ സാംസ്കാരിക നായകൻ നായകത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ പുരോഗമനം പറഞ്ഞുകൊണ്ട് വന്നാൽ ചൂലെടുത്ത് അവരെ കൈകാര്യം ചെയ്യണം. അതിലും ദുഃഖകരമാണ് ശമ്പളം പറ്റുന്ന മറ്റൊരു വിഭാഗം. ഇവിടെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ റിട്ടയർ ചെയ്ത ആളുകൾക്ക് ജീവസന്ധാരണത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ജനങ്ങളുടെ കാശ് ചിലവാക്കിക്കൊണ്ട് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവർ ഇത്രയും നഗ്നമായ മനുഷ്യാവകാശ ലംഘനം നടത്തി എന്ത് ചെയ്തു? ഒരു പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി, ഒരു റിട്ടയർഡ് ജഡ്ജി
വളരെ നല്ല മനുഷ്യനാണ്, നിഷ്പക്ഷനാണ്, സത്യസന്ധനാണ്, പക്ഷേ നിസ്സഹായനാണ്. കാരണം പഴയ പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഭരിക്കുന്ന കക്ഷിയെ വിഷമിക്കും. ഇവരൊക്കെ നോക്കിക്കുത്തികളായിരുന്ന് ജനങ്ങളുടെ ശമ്പളം മേടിച്ച് നഗ്നമായ മനുഷ്യാവകാശം നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? പ്രതികരിക്കേണ്ട ആളുകളല്ലേ അവർ? ഒരു മനുഷ്യാവകാശം, നഗ്നമായ മനുഷ്യാവകാശം, നിരപരാധികളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അധികാരത്തിൻ്റെ പിൻബലവും അഹങ്കാരവും വെച്ചുകൊണ്ട് ഭീകരമായി മർദ്ദിക്കുന്നത് കേരളം മുഴുവൻ കണ്ടിട്ടും നമ്മുടെ മനുഷ്യാവകാശ ഇതിൽ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് യാതൊരു ചാഞ്ചല്യവുമില്ല. പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് യാതൊരു അനക്കവുമില്ല. ഇതിലും ലജ്ജാകരമായൊരു സ്ഥിതിവിശേഷം നമ്മുടെ സാക്ഷര കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഒരധികപ്പറ്റാണ്, വെറും ഇത്തിക്കണ്ണിയാണ് എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടു. അതിലും മോശമാണ് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി. നഗ്നമായ പോലീസ് അതിക്രമം, അധികാര ദുർവിനിയോഗം, ക്രിമിനൽ കുറ്റങ്ങൾ, ശിക്ഷാർഹമായ അതിക്രമം, മനുഷ്യനെ ഭേദ്യം ചെയ്യൽ എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ട കൂട്ടത്തിൽ ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കാണുമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് ഒരു കഷ്ണം കടലാസ് പോലും അദ്ദേഹം എഴുതാത്തത്? പേടിയുണ്ടാണോ? ആണെങ്കിൽ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഇനിയും നാണം കെടാതെ എത്രയും വേഗം രാജിവെച്ച് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം. അല്ലെങ്കിൽ ജനങ്ങളുടെ ശമ്പളം മേടിച്ച് റിട്ടയർ ചെയ്ത് പിന്നെയും ജീവസന്ധാരണം നടത്തി സ്ഥാനം പോലീസുകാരൻ്റെ സല്യൂട്ടും മേടിച്ച് നടക്കുന്ന വ്യക്തികൾ കേരളത്തിന് അവമാനകരമായ രീതിയിൽ പ്രവർത്തിക്കരുത്. അത് മാത്രമല്ല, ഈ പാവപ്പെട്ടവന്റെ നികുതി പണം കൂടി ഉപയോഗിച്ചാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ശമ്പളം വാങ്ങി തന്നെയാണ് ഈ വൈറൽ സെറ്റ് എടുത്തിട്ട് നെഞ്ചത്തേക്ക് വലിച്ചെറിയുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ ഒരു വിപത്തിലേക്കാണ് ഈ ഒരു സാഹചര്യം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.